ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം, കേരളം ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് ഒരു താരിഫ് ഏർപ്പെടുത്തുകയാണ്. താരിഫ് എന്ന് പറയുമ്പോൾ ആംബുലൻസിന് ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നോ അങ്ങനെയുള്ള ടാക്സിക്കും മറ്റു വാഹനങ്ങൾക്കുള്ളതുപോലെ ഒരു താരിഫ് ഇല്ല. ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തു. ചർച്ചയിൽ തീരുമാനമാവുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ, ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷൻ എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി. ഞാനുമായി നടത്തിയതാണ്. അതിലൊരു ധാരണയായിട്ടുണ്ട്. പല കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് റേറ്റ് തീരുമാനിക്കണം. മിനിമം റേറ്റ്, കിലോമീറ്റർ റേറ്റ്, അതോടൊപ്പം തന്നെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവർ സംബന്ധിച്ചിട്ടുള്ളത് ആനുകൂല്യം. ഞാൻ ആദ്യം റേറ്റുകൾ ഒന്ന് പറയാം. ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ICU ഉള്ള, എയർ കണ്ടീഷനുള്ള ആംബുലൻസ്, അതിന് മിനിമം ചാർജ് 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല തിരിച്ച്. അതുകൊണ്ട് 10 കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് 10 കിലോമീറ്റർ കണക്കായിക്കൊണ്ട് 10 കിലോമീറ്റർ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് 2500 രൂപ. ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് 50 രൂപ വെച്ചാണ്. വെന്റിലേറ്ററുള്ള ഏറ്റവും ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ്, ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ്. വെന്റിലേറ്റർ ഉണ്ട്, അതിൽ എയർ കണ്ടീഷൻ ഉണ്ടാവും, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, ടെക്നീഷ്യൻ ഉണ്ടാവും. അതിലൊരു ഡോക്ടറോ നേഴ്സ് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും. അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് 10 കിലോമീറ്ററിന് 2500 രൂപയാണ്. 10 കിലോമീറ്റർ നമ്മൾ തിരിച്ചുകൂടെ ചേർത്തിട്ടാണ്. വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും, അതായത് ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയം, വെന്റിലേറ്ററിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയം 1 മണിക്കൂർ. 1 മണിക്കൂറിന് കഴിഞ്ഞാൽ പിന്നുള്ള ഓരോ മണിക്കൂറിനും 350 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. ഈ വെന്റിലേറ്ററിൽ ആംബുലൻസ് 1 മണിക്കൂറോളം ആശുപത്രി ഒന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ ആ 1 മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ അവറിനും 350 രൂപ വെച്ച് കൊടുക്കണം. അടുത്തത് സി ലെവൽ വണ്ടിയാണ്. ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ്, അതിൽ ഓക്സിജൻ ഉണ്ടാവും, മറ്റ് വെന്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ 10+10 തന്നെയാണ്. അതിന് 1500 രൂപയാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ മിനിമം ചാർജ്. അതുപോലെ അതിന് വെയിറ്റിംഗ് ചാർജ്, ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ 200 രൂപ പെർ അവറാണ്. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് 200 രൂപ വെച്ച് ചാർജ് ചെയ്യും. അതിൻ്റെ അഡീഷണൽ കിലോമീറ്ററിന് 40 രൂപ വെച്ചാണ് വേണ്ടത്. ആദ്യത്തെ 1 മണിക്കൂർ അവർ ചെല്ലും സമയത്ത് അവർ തന്നെ സൗജന്യം ചെയ്യണം. വെച്ചാൽ ഈ രോഗിയെ എടുക്കാനും ഇറക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി അവരെ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂർ തൊട്ട് അവർ ചാർജ് ചെയ്യും. അത് അവരുടെ കിലോമീറ്റർ, ആ വണ്ടിക്ക് കിലോമീറ്ററിന് 40 രൂപ. ഈ 10 കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ്. 10 കിലോമീറ്റർ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ അകത്തുള്ള ഒരു ആശുപത്രിയിലേക്കാണ് പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുന്നതിനോട് ചേർത്ത് ഈ മിനിമം ചാർജ് കൊടുത്താൽ മതി. കാരണം 10 കിലോമീറ്റർ അകത്താണ്. 10 കിലോമീറ്റർ കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും. അത് 40 രൂപ വെച്ചാണ് വരുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബി ലെവൽ ട്രാവലർ, നോൺ AC ആയിട്ടുള്ള ആംബുലൻസ്, സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ മോഡലിലുള്ള ആംബുലൻസ് ആണ്. അതിന് മിനിമം ചാർജ് 1000 രൂപയാണ് മിനിമം വെച്ചിരിക്കുന്നത്. വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും 1 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂർ തൊട്ട് 200 രൂപയാണ്. കിലോമീറ്ററിന് 30 രൂപയാണ്. പിന്നെ ഈ ചെറിയ ഓമിനി പോലത്തെ വണ്ടികൾ, ചെറിയ മാരുതി പോലുള്ള വണ്ടികൾ, ചെറിയ വണ്ടികൾ, പിന്നെ ഈ ബലേറോ പോലുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട്. ആ കാറ്റഗറിക്ക് അതിനെ ഓമിനി, ഇക്കോ, ബലേറോ ആൻഡ് RTO അപ്രൂവ്ഡ്, അതർ RTO അപ്രൂവ്ഡ് A ലെവൽ ആംബുലൻസ് വിത്ത് AC വണ്ടിക്ക് 800 രൂപയാണ് മിനിമം ചാർജ്. വെയിറ്റിംഗ് ചാർജ് 1 അവർ കഴിഞ്ഞിട്ട് പറയുന്നത് 200 രൂപയാണ്. അഡീഷണൽ കിലോമീറ്ററിന് 25 രൂപ വെച്ചാണ് ചാർജ്. പിന്നെ ഇതേ കാറ്റഗറി തന്നെ AC ഇല്ലാത്ത വണ്ടികൾ, ഓമിനി, ഇക്കോ, ബലേറോ, RTO അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് AC ഇല്ലാത്ത നോൺ AC വെഹിക്കിളിന് മിനിമം ചാർജ് 600 രൂപയാണ്. വെയിറ്റിംഗ് ചാർജ് 1 മണിക്കൂർ കഴിഞ്ഞാൽ 150 രൂപ വെച്ച് ചാർജ് ചെയ്യും. അഡീഷണൽ കിലോമീറ്ററിന് 20 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ചർച്ചയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ 4 കാറ്റഗറിയിൽ, D, C, B, A, ഈ 4 കാറ്റഗറിയിലുള്ള വണ്ടികളുടെ ചാർജ് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാം 10+ ആണ്. 10 കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം ചാർജ് കൊടുത്താൽ മതി. 10 കിലോമീറ്റർ കഴിഞ്ഞാണ് അഡീഷണൽ ചാർജ് വരുന്നത്. കാരണം ഹോസ്പിറ്റലിൽ 10 കിലോമീറ്ററിനകത്താണെങ്കിൽ അവർ റിട്ടേൺ വരണമല്ലോ. ഈ 10+10 എന്ന് പറയുന്നത് 20 കിലോമീറ്റർ വെച്ചേക്കുന്നത് അവർക്ക് ഒരിക്കലും ഇത് മറ്റു വാഹനങ്ങളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല. ഇപ്പോൾ ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടും, അവർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് 10+10 എന്ന് പറയുമ്പോൾ മിനിമം ചാർജ് വരും. 1 കിലോമീറ്റർ, 10 കിലോമീറ്റർ അങ്ങോട്ട്, 10 കിലോമീറ്റർ ഇങ്ങോട്ട്. 10 കിലോമീറ്റർ അകത്താണെങ്കിൽ ഈ മിനിമം ചാർജ് വരും. അതിന് പുറത്തേക്ക് പോകുന്ന ഓരോ കിലോമീറ്ററിനുമാണ് ഇതിന് ചാർജ് വരുന്നത്.
നോൺ എ സി വലിയ വണ്ടിക്ക് വെയിറ്റിംഗ് ചാർജ് 200 രൂപയാണ്. ട്രാവലർ നോൺ എ സി മണിക്കൂറിന്. ഈ നോൺ എ സി തന്നെ ഓമിനി വെഹിക്കിളിന് വെയിറ്റിംഗ് ചാർജ് 150 രൂപയാണ് ചെറിയ വണ്ടി. നോൺ എ സി അല്ല, എ സി ഉള്ള ഓമിനി മോഡലിലെ ചെറിയ മോഡൽ വണ്ടിക്ക് മിനിമം ചാർജ് 800 രൂപയാണ് എ സി ഉള്ള വണ്ടിക്ക്. ഇതാണ് നമ്മൾ ഒരു താരിഫ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ വെന്റിലേറ്റർ ഉള്ള ആംബുലൻസും എ സി ഉള്ള ആംബുലൻസും BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കണം. ഒരു BPL കാർഡ് ഉണ്ടാവും. അവരത് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ 20% ടോട്ടൽ തുകയിൽ 20% കുറവ് കിട്ടും. BPL കാർഡുള്ളവർക്ക് കൊടുക്കും. പിന്നെ ക്യാൻസർ രോഗികൾക്കും 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആംബുലൻസ് സൗകര്യം ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ചിലപ്പോഴും RCCയിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരാം. 26,000 രൂപ അതിന് ചാർജ് വരാറുണ്ട്. അപ്പോൾ അതിൽ ഓരോ കിലോമീറ്ററിനും 2 രൂപ വെച്ച് കുറവ് ചെയ്യും. ക്യാൻസർ പേഷ്യൻസിനും RCCയിലേക്ക് വരുന്നവരാണെങ്കിൽ അറിയാമല്ലോ, അവർക്കറിയാം. അങ്ങനെ വരുന്നവർക്കും കുഞ്ഞുങ്ങൾ 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ചെയ്യും. അതുപോലെ ആക്സിഡൻറ്റ്, അപകടങ്ങൾ നടന്നാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ സൗജന്യമായി എത്തി. അവരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫറാണ്. അടുത്ത ഒരു ആശുപത്രിയിൽ ഇപ്പം അപകടം നടന്നിരുന്ന നിയറസ്റ്റ് ഹോസ്പിറ്റൽ, അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവർ ദൂരെ പോകുമ്പോൾ പിന്നെ ഉള്ളൂ. നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ അവർ ഫ്രീ ആയിട്ട് എത്തിക്കും. ആംബുലൻസിൻ്റെ സംഘടനയുടെ തീരുമാനമാണ്. അവർ ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ്, അതവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അപകടം നടന്ന ഈ 3 കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ ആംബുലൻസിന് ഒരു ഡ്രൈവർമാർക്കൊരു പരിശീലനം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വണ്ടിയുടെ സേഫ്റ്റിയെക്കുറിച്ചുള്ളൊരു പരിശീലനവും അതിനൊരു പ്രത്യേക കാർഡ് അവർക്ക് കൊടുക്കും. അപ്പോൾ ആരൊക്കെയാണ് ആംബുലൻസ് ഓടിക്കുന്നത് കൃത്യമായി അറിയാൻ പറ്റും. ഇന്ന നമ്പറിലുള്ള ആംബുലൻസ് ഇന്ന ആൾ ഓടിക്കുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു ഐഡൻറ്റി. അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് പലരും. ലഹരി മരുന്നുകൾ കൊണ്ടുപോകാനും മദ്യം കൊണ്ടുപോകാനും കുഴൽപ്പണം കൊണ്ടുപോകാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുള്ള ധാരണയുള്ളതുകൊണ്ട് നമ്മൾ അവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഡ്രൈവർക്ക്, ആ ഡ്രൈവർക്ക് യൂണിഫോം ഏർപ്പെടുത്തുക. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് പാൻസും ആയിരിക്കും അവരുടെ വേഷം. കാരണം ബ്ലഡൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഒക്കെ എടുക്കുമ്പോൾ ബ്ലഡൊക്കെ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ഡാർക്ക് കളർ വേണം എന്ന് അവരാവശ്യപ്പെട്ടവരാണ് ഒരു യൂണിഫോം കോഡ് വെച്ചിരിക്കുന്നത്. പിന്നെ അവർക്ക് കേരളത്തിൻ്റെ 3 ഭാഗങ്ങളിലായിട്ട് എടപ്പാൾ, എറണാകുളം, തിരുവനന്തപുരം KSRTCയുടെ ട്രെയിനിങ് സെൻറ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും. ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്. നേരത്തെയൊക്കെ കൊടുത്തിരുന്നത് ട്രെയിനിങ് ഉണ്ടായിരുന്നു, പക്ഷേ തിയറിയാണ്. എല്ലാം പ്രാക്ടിക്കലോട് കൂടിയ ഒരു ട്രെയിനിങ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എടപ്പാൾ IDTRൻ്റെ സ്ഥാപനത്തിലായിരിക്കും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പ്രധാന കേന്ദ്രം. അവർ ട്രെയിൻ ചെയ്ത് അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചതിന് ശേഷം ഈ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ്, വണ്ടിയെക്കുറിച്ചുള്ള നോളജ്, അത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിയറിറ്റിക്കലായിട്ട് നേരത്തെ NATPAC ആണ് കൊടുത്തിരുന്നത്. അതൊന്നും പറ്റില്ല. നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ താരിഫ്, അതാത് ആംബുലൻസിൻ്റെ താരിഫ് എന്താണെന്ന് അതാത് വെഹിക്കിളിൽ അകത്ത് പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ കാണത്തക്ക രീതിയിൽ എക്സിബിറ്റ് ചെയ്യും, എഴുതി സ്റ്റിക്കർ ഒട്ട് ചെയ്യും. അത് ഈ പർട്ടിക്കുലർ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിൻ്റെ വാടക സർക്കാരുമായി ധാരണയിലെത്തി നിശ്ചയിച്ചിട്ടുള്ള താരിഫ് അവിടെ എഴുതി കാണിക്കും. അപ്പം ഈ ബൈസ്റ്റാൻഡർ കൂടെ വരുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ചൂഷണം ഉണ്ടാവാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. അതിന് നമ്മൾ അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കുകയോ ആംബുലൻസിനെ പറ്റി പരാതി ഉണ്ടെങ്കിലോ അത് അയക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വരത്തക്ക രീതിയിൽ 2 ദിവസത്തിനുള്ളിൽ ഒരു വാട്സാപ്പ് നമ്പർ, ഇപ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, അത് ഞാൻ പറയാം. അത് കൂടാതെ ഒരു വാട്സാപ്പ് നമ്പർ ഇതിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനറലി കംപ്ലയിൻറ്റ് അയക്കാൻ വേണ്ടി TCക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു നമ്പറുണ്ട്. അത് കൂടാതെ ഒരു നമ്പർ, ആ നമ്പർ 9188961100. ഇതാണ് ആ നമ്പർ. ആ നമ്പർ കൂടാതെ ഇതിനു വേണ്ടി മാത്രം ആംബുലൻസിൻ്റെ കംപ്ലയിൻറ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു പുതിയ നമ്പർ വരും. പിന്നെ ഇതിൻ്റെ ആംബുലൻസ് പോകുന്ന വഴിക്കുള്ള അത് ഓടിക്കുന്നത് അവരിവിടെ പോയി എവിടെ വന്നു എന്നൊക്കെ ഉള്ള ലോഗ് ബുക്ക് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആംബുലൻസുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കും. കാരണം വെച്ചാൽ ആംബുലൻസ് ഇപ്പോൾ ഫാൻ ലൈറ്റൊക്കെ ഇട്ട് പോവുകയാണ്, പക്ഷേ അവിടെ ഒരിക്കലും വണ്ടി തടഞ്ഞിട്ടില്ല. പക്ഷേ അവരോട് തടഞ്ഞ് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും. ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ട് ആ സ്ഥലത്തെ RTOയും അവിടുത്തെ പോലീസിനെയും അറിയിക്കുക വണ്ടി അവിടെ വന്നോ എന്ന് റാൻഡം പരിശോധനയാണ്. വണ്ടി അവിടെ സംശയം തോന്നുന്ന വണ്ടികളിലേ ഉള്ളൂ, എല്ലാ വണ്ടിക്കൊന്നുമില്ല.
ഒരു വണ്ടി വല്ലാതെ പോകുന്നവരെ നിർത്ത ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് രോഗിയെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിട്ടുപോകാം. പക്ഷേ അവരവിടെ എത്തുമ്പോൾ അവരെ രേഖകൾ പരിശോധിക്കാൻ അവിടെ മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥരോ പോലീസോ ഉണ്ടാകും എന്നാണ് അവരുമായിട്ടുള്ളൊരു ധാരണ. അത് മിസ്യൂസ് ചെയ്തതിനെ പറ്റി അവരുടെ സംഘടനയ്ക്കോ അവരുടെ തൊഴിലാളികളുടെ സംഘടനയ്ക്കോ ഉടമസ്ഥരുടെ സംഘടനയ്ക്കോ ഒന്നും, കൂടുതലും ആളുകളും ഓടിക്കുന്നവർ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥർ. അപ്പോൾ അവർക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല. അവർ തന്നെ പറഞ്ഞു മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവരുടെ സംഘടനയ്ക്കുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ്. അവരുടെ നന്ദി പറയണം. അവരിവിടെ വന്നിട്ടുണ്ട്. അവർ വളരെ വളരെ പല സംഘടനകളെ നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും വളരെ പോസിറ്റീവായിട്ട് അവർ ഈ പേഷ്യൻസിനോട് വളരെ കരുണയോട്, ക്യാൻസർ രോഗികളെയൊക്കെ ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് വെച്ച് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ചർച്ചയിൽ. അപ്പോൾ അവർ മുന്നോട്ട് വെച്ച ആശയമാണ് കാസർഗോഡ് നിന്നൊക്കെ ഒരു പേഷ്യൻറ്റിനെ തിരുവനന്തപുരത്തുള്ള RCC പോകുന്ന ആംബുലൻസുകൾ 18,000 രൂപ വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്നവർ 26,000 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. ആ പേഷ്യൻസിൻ്റെ 2 രൂപയുടെ കുറവ് കിട്ടും 1 കിലോമീറ്റർ. 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ അപകടം നടന്നാൽ ആ അപകട സ്ഥലത്ത് നിന്ന് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക്, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ്, അത് അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. പിന്നെ ദൂരേക്ക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ചാർജുകൾ ആപ്ലിക്കബിൾ ആകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ആംബുലൻസുകൾക്ക് താരിഫ് നിശ്ചയിക്കുന്നത് പ്രഖ്യാപിക്കുന്നത്. അല്ല, എല്ലാ ആംബുലൻസുകൾക്കും ഈ ക്യാൻസർ രോഗികൾ 2 രൂപ വെച്ച് കുറച്ച് കൊടുക്കില്ല. എല്ലാ ആംബുലൻസ് കുട്ടികൾക്ക് 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ പേഷ്യൻസിനും എല്ലാം, അല്ലേ, അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. എല്ലാ ആംബുലൻസിലും കിലോമീറ്റർ 2 രൂപ വെച്ച് കുറച്ചു. അത് BPLകാർക്ക് വരുന്ന ആനുകൂല്യം വെന്റിലേറ്ററുള്ള വണ്ടി, കാരണം അവർക്ക് ഒരിക്കലും അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ടി വെന്റിലേറ്ററുള്ള വണ്ടി, AC ഉള്ള വണ്ടി, ഓക്സിജൻ, ഇതിൽ രണ്ടിലും ഓക്സിജൻ കാണും. വെന്റിലേറ്ററിൽ വെന്റിലേറ്റർ സൗകര്യം കാണും, ടെക്നീഷ്യൻ കാണും, ചിലപ്പോൾ ഡോക്ടറോ ഒരു നേഴ്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഈ ആംബുലൻസിൻ്റെ ഉടമ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ BPL കാർഡുള്ള പാവപ്പെട്ടവർക്ക് 2 രൂപ വെച്ച് 1 കിലോമീറ്റർ കുറവ് കിട്ടും. അല്ല, 20% കുറവ്, ടോട്ടൽ ബില്ലിൽ നിന്ന് 20% കുറവ് കിട്ടും. അതുപോലെ അവർക്ക് BPL കാർഡുകാർക്ക് അതാണ് അവർക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ക്യാൻസർ രോഗികളിൽ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് വേറൊരു ആനുകൂല്യം. അത് അവർ തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്. നമ്മൾ മുന്നോട്ട് വെച്ച് അവർ വളരെ സന്തോഷത്തോടെ സമ്മതിച്ചവർ, നന്ദിയുണ്ട്. നമുക്കായാലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. വണ്ടിക്കകത്ത് അതാത് വണ്ടിയുടെ താരിഫ്, ഇപ്പോൾ വെന്റിലേറ്ററാണ് പോകുന്നത്, ആ വണ്ടിയുടെ താരിഫ് അകത്ത് എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ താഴെ ഈ കംപ്ലൈൻ്റ് ആയിക്കുള്ള നമ്പരും കൊടുക്കുന്നു, ട്രാൻസ്പോർട്ട് കമ്മീഷൻ നമ്പറാണ്. ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. അത് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ തകരാറാണ്. അവർക്ക് ഞാൻ മിനിസ്റ്ററായി വരുമ്പോൾ 9 കോടി രൂപ കൊടുക്കാറുണ്ട്. അത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് മന്ത്രിസഭാ തീരുമാനം എടുത്ത് തന്നെ ആ പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ അവരോട് മുന്നോട്ട് വെച്ചൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് അപ് ടു ഡേറ്റ് ആക്കണം. എറണാകുളത്താണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്, അത് അപ് ടു ഡേറ്റ് ആക്കണം എന്ന നിർദ്ദേശം അവർ കൊടുത്ത് ആക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് പണം കൊടുത്തത്. അത് കഴിഞ്ഞ് അവർ ജൂലൈ മാസം എൻഡിൽ ലാസ്റ്റ് ഡേയിൽ ഇത് അപ് ടു ഡേറ്റ് ആക്കാം എന്ന് എനിക്ക് ഓഫീസിൽ വന്ന് ഒരു ഉറപ്പ് തന്നു. ഈ 2 ഉറപ്പും നടക്കാത്തത് കൊണ്ട് അവരെ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് കാരണം കാണിച്ച് നോട്ടീസ് വെച്ച് അവരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് നേരിട്ട് പ്രിൻറ്റിങ് ഏറ്റെടുക്കാനുള്ള നടപടിയാണ്. അപ്പോൾ അവർ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് ആദ്യത്തെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. അവരിപ്പോഴും അത് അപ് ടു ഡേറ്റ് ആക്കാൻ ശ്രമിക്കുന്നില്ല, അവർക്ക് അതിന് കഴിയുന്നില്ല, അവരത് ശ്രമിക്കുന്നുമില്ല. അവർ പറയുന്ന വാക്കിനൊന്നും ഒരു വിലയില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ മാറ്റാനായിട്ടുള്ള നോട്ടീസ്, ആദ്യത്തെ നോട്ടീസ് കൊടുത്തു, അല്ലേ, ആദ്യത്തെ നോട്ടീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമുക്കത് മാറ്റി നമ്മൾ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ പ്രിൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഒരു കാർഡ് അടിക്കാനുള്ളൊരു PVC മെറ്റീരിയലുണ്ട്. ആ മെറ്റീരിയലിന് വേണ്ടി ഒരു ടെൻഡർ വിളിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ ലൈസൻസ് ഇപ്പോൾ ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അത് കയ്യിൽ കൊണ്ടു നടന്നാൽ മതി, ലൈസൻസ് തുല്യം. പക്ഷേ എന്നാലും കാർഡ് കിട്ടുക എന്നുള്ളത് നമുക്കൊരു എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് പല ആളുകൾക്കും. രജിസ്ട്രേഷൻ്റെ വണ്ടിയില്ല, രജിസ്ട്രേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവർക്കത് പറഞ്ഞിട്ട് മനസ്സിലാവും. അപ്പോൾ അത് ധനകാര്യ വകുപ്പും ഇക്കാര്യത്തിൽ നമ്മൾ നേരിട്ട് പ്രിന്റ് ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ധനകാര്യ മന്ത്രിയും അക്കാര്യത്തിൽ നേരിട്ട് പ്രിന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വേണം എന്നാണ് നിലപാടെടുത്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരെ ഒഴിഞ്ഞു പോകുന്ന മുറയ്ക്ക് നമ്മൾ സ്വന്തം നിലയിൽ ഇത് പ്രിന്റ് ചെയ്യും. നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള 5-6 മെഷീൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ കൂടുതൽ മെഷീൻ വേണം. വലിയ വിലയൊന്നുള്ള മെഷീനല്ല, ഇത് വലിയൊരു ആനക്കാര്യമൊന്നും അല്ല. പക്ഷേ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയാം. പക്ഷേ വലിയ ആനക്കാര്യമൊന്നും അല്ല. ഇത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് 3 മേഖലകളായിട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് KSRTCയുടെ കൊറിയർ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് അതാത് RTO ഓഫീസിലും സബ് RTO ഓഫീസിലും സാധനം എത്തിച്ചു കൊടുക്കും, അവിടുന്ന് വിതരണം ചെയ്യും. കാരണം വേറെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് നമ്മൾ പോസ്റ്റൽ ചാർജും എടുക്കുന്നില്ല, അതും കൊടുക്കുന്നില്ല. 5 കോടി 6 കോടി രൂപ അടുത്ത കാലത്തിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു. സമയത്തിന് ഇത് കിട്ടുന്നുമില്ല, ഇതെല്ലാം ആളുകളിൽ നിന്ന് പിടിക്കുന്നു. വലിയൊരു ബുദ്ധിമുട്ടാണ്.
അത് മനസ്സിലാക്കുന്നു. അത് അവരോട് എത്ര പറഞ്ഞിട്ടും അവർ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അവർ സാധനം മെറ്റീരിയൽ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുക. അവരെ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവരൊരു ഫയൽ അയച്ചു. അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് തീർത്ത് തന്നാൽ മാത്രമേ ഇനി അവർ ആദ്യം തീർത്ത് തരാമെന്ന് പറഞ്ഞില്ലേ, കുടിശ്ശിക കൊടുത്തു 9 കോടി രൂപയാണ് കൊടുത്തത്. അതവർ തീർത്ത് തരാമെന്ന് പറഞ്ഞപ്പോഴാണ് അതവർ ചെയ്തില്ല. പിന്നെ ജൂലൈ മാസത്തിൽ അവർ തീർക്കാമെന്ന് ഉറപ്പ് തന്നു. അപ്പോൾ വീണ്ടും അടുത്ത ഒരു 8-9 കോടി രൂപയ്ക്ക് വേണ്ടി അവർ കടലാസ് മൂവിയിരിക്കും. അത് തരാതെ കൊടുക്കില്ല. ഇനി നമ്മൾ ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും കബളിപ്പിക്കാൻ പറ്റുന്നില്ല. അത് തന്നേ പറ്റും. അത് തരാതെ നീ പൈസ കൊടുക്കും. സി ലെവൽ എന്ന് പറയുമ്പോൾ AC ആംബുലൻസ് വരും. വെന്റിലേറ്റർ ഇല്ല. അതിൽ വെന്റിലേറ്റർ ഉണ്ടാവില്ല. D ലെവലാണ് വെന്റിലേറ്റർ ഉള്ള ആംബുലൻസ്. C ലെവൽ എന്ന് പറയുമ്പോൾ വെന്റിലേറ്റർ ഇല്ലാത്ത AC ആംബുലൻസ്. അതിൽ ഓക്സിജൻ ഉണ്ടാവും, അതിൽ ടെക്നീഷ്യൻ ഉണ്ടാവില്ല. അതെ, കാരണം വെച്ചാൽ അവർക്ക് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മിനിമം ചാർജിനുള്ളിൽ കൊണ്ടുപോയാൽ തിരിച്ചു വരുമ്പോൾ ആളെ കിട്ടില്ലല്ലോ. അല്ലല്ല, ഈ പൈസ കൊടുത്താൽ ഈ മിനിമം ചാർജിൽ അത് വരുമെന്നുള്ളത്. കാരണം മിനിമം ചാർജ് 10 കിലോമീറ്ററാണ്. 20 കിലോമീറ്ററാണ് യഥാർത്ഥത്തിൽ പോകുന്നത്. കാരണം അവർ കാരി അടിച്ചല്ലേ വരാൻ. പേഷ്യൻ്റെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കാരി അടിച്ചല്ലേ വരാൻ പറ്റും. പേഷ്യൻ്റെ അപ്പം തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഇല്ലല്ലോ. ഇല്ല, റിട്ടേൺ ചാർജ് കേട്ടില്ല. അതൊരു മിനിമം ചാർജ് വെച്ചിരിക്കുകയാണ്. മിനിമം ചാർജ് പറയുമ്പോൾ 10 കിലോമീറ്റർ നമ്മൾ ശരിക്കും അവർ 20 കിലോമീറ്റർ ഓടുന്നു. അല്ല, അത് കഴിഞ്ഞിട്ടാണ് പെർ കിലോമീറ്റർ വരും. ഈ 10 കിലോമീറ്ററിന് 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് കിടക്കുമ്പോഴാണ് അത് ചാർജ് വരും. ഇത് കഴിയും അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചും ഇവർ ഏത് ആശുപത്രിയിലേക്ക് പോയാലും അവർ കാലിയടിച്ച് വരാൻ പറ്റും. മറ്റൊരു വണ്ടിക്കും ഇല്ലാത്ത പോലെ ഒരു കുഴപ്പം ഇതാണ്. ആംബുലൻസിന് നമുക്കറിയാം എപ്പോഴും കാലിയടിച്ച് അവർക്ക് വരാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അല്ല, അതിന് വളരെ നിസ്സാരമായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കരുത്. 42 കോടി രൂപ അങ്ങോട്ട് കൊടുത്താൽ സാധനം തരാമെന്നാണ് പറയുന്നത്. അത് കൊടുക്കാനുള്ള ശേഷി നമുക്കില്ല. പിന്നെ അത്തരത്തിൽ പ്രപ്പോസ് ചെയ്ത സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫയൽ കണ്ടു. അതിനകത്തുള്ള കാര്യം ചേർത്തല, കായംകുളമാണ്. അവിടെ ഇഷ്ടംപോലെ ബസ്സുണ്ട്. അവിടെ നമ്മൾ ഈ ഇലക്ട്രിക് ബസ് ഇറക്കിയിട്ട് അത്രയും പൈസ കളയുണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ 3 വണ്ടി വാങ്ങിക്കാം. കൊച്ചിയിലൊന്നും വന്നിട്ടില്ല. കൊച്ചി ആ ലിസ്റ്റിലില്ല. തിരുവനന്തപുരം അത് കളക്ഷൻ കൂടി. അതായത് KSRTCയുടെ കളക്ഷൻ ഇലക്ട്രിക് ബസ് 6000 രൂപ 2000 രൂപയായിരുന്നു ആവറേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 6000 രൂപയ്ക്ക് മേളിലേക്ക് അല്ലേ, 6000 രൂപയ്ക്ക് മേളിലേക്ക് കയറിയുണ്ട് ആവറേജ് കളക്ഷൻ. അതൊന്ന് റീഷെഡ്യൂൾ ചെയ്തു. അത് റീഷെഡ്യൂൾ ചെയ്യുകയും സിറ്റിക്ക് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാനുള്ള സൗകര്യം കൂടി ചെയ്തതോടുകൂടി അത് ഇപ്പം 6000 രൂപ 6500 രൂപ ആവറേജ് നമുക്കൊരു വരുന്നു. അല്ല, പദ്ധതിക്കെതിരാവുന്ന എങ്ങനെയാണ്? കാരണം ആ യാത്രക്കാർക്കല്ലേ ഉള്ളത്. ഇപ്പം നഗരത്തിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക് പുറത്തുനിന്ന് ആരും വന്നുകൂടാന്ന് പറയാൻ പറ്റും. ഇന്നാൾ മാത്രമേ കയറാവൂ എന്ന് പറയാൻ പറ്റും. അത് പദ്ധതിയെ വിജയിക്കണ്ടേ? നമ്മൾ സർക്കാരിൻ്റെ പൊതുമുതൽ കളയാനല്ലല്ലോ ഈ പദ്ധതി. ഈ പദ്ധതി കൊണ്ട് നിർബന്ധമായിട്ട് ഇതിനകത്തിട്ട് ഓടിക്കണം, പറയുന്ന സ്ഥലത്ത് ഓടിക്കണം, അങ്ങനെയല്ല. ഇത് ഓടിക്കുന്നതിൽ KSRTCയുടെ ജീവനക്കാർക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അത് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് അവർ തെളിയിച്ചത് കഴിഞ്ഞ 17 ദിവസമായി KSRTCയുടെ ബഹുഭൂരിപക്ഷം ഡിപ്പോകളും ലോസ് ഇല്ലാതെ പോവുകയാണ്. ഇന്നലത്തെ കണക്കനുസരിച്ച് ഇനി 11 ഡിപ്പോകൾ മാത്രമേ പുറയിലുള്ളൂ. നോ ലോസ് നോ പ്രോഫിറ്റിലേക്കും വന്നിരിക്കുന്ന ഡിപ്പോകളാണ്. ചില ഡിപ്പോകളൊക്കെ 11% വരെ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. അതാരാണ് ചെയ്തത്? അവർ തന്നെയാണ് ചെയ്തത്. അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ DTOമാരും സംഘടനകളും എല്ലാം കൂടി ചേർന്നാണ് ചെയ്തത്. അവരെല്ലാം കൂടി ചെയ്തതാണ്. നമ്മൾ അധികം ആളുകളെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പണം പോകും. ഇതിനകത്ത് താരിഫിലൊക്കെ ചില വ്യത്യാസം, ചില കുഴപ്പങ്ങളുണ്ട്. കാരണം വെയിറ്റ് കുറഞ്ഞ സാധനത്തിന് കൂടുതൽ വിലയും 100-200 കിലോയ്ക്ക് പോകുമ്പോഴത്തേക്കും താഴോട്ട് വരികയും ചെയ്യുന്ന ഒരു അശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട്. അത് മാറ്റും. മാത്രമല്ല, ഇത് എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ നീക്കം. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് അതിനുവേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ വീടുകളിൽ എത്തിച്ചു. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. അവർ ആളെ വെച്ച് ബൈക്കിൽ ആളെ വെച്ചിട്ട് ഈ ഡെലിവറി ചെയ്യുന്ന രീതി അനുസരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കാൻ ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യാം. അവിടുന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ആപ്പ് വെച്ചിട്ട് അവർ ഉദ്ദേശിക്കുന്നത്, ആപ്പ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയറസ്റ്റ് കൊറിയറിൻ്റെ ആളിനെ കിട്ടും. അദ്ദേഹം അപ്പം തന്നെ വീട്ടിൽ വന്ന് ഈ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോകാനും. റെയിൽവേ ബസ് സ്റ്റേഷനിൽ പോയി ക്യൂ നിൽക്കുന്ന വളരെ മെനക്കെട്ടൊരു പണിയാണ്. ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, താങ്കളെ പോലെ തന്നെ. പക്ഷേ അതൊരു മെനക്കെട്ട പണി. അവിടെ ചെന്ന് കാവൽ ഒരുപാട് സ്ഥലം കാത്തു നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പിന്നെ മറ്റ് കൊറിയർ കമ്പനികളുടെ സാധനങ്ങൾ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്
ഞങ്ങൾ 2 ബസ്സുകൾ പഴയ ബസ്സുകളെ ഗുഡ്സ് കാരിയറാക്കി മാറ്റി കവർ ചെയ്ത് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം അത് ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. അതുപോലെയുള്ള ബസ്സുകൾ കൂടുതൽ എടുത്തിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ മൊത്തത്തിൽ ഇപ്പോൾ കണ്ണൂർ വരെ മറ്റു കൊറിയറുകാർക്കും നമ്മളെ ആശ്രയിച്ച് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് വന്നിരിക്കുന്നത് ഒരു ആപ്പിലൂടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും വീടിൽ നിന്ന് തന്നെ എടുക്കാനും സാധനം, അങ്ങനെ ഒരു സംവിധാനം ആലോചിക്കുന്നുണ്ട്. CMD അതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഉടനെ അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. നമ്മൾ പ്ലാൻ ഫണ്ട് കുറയ്ക്കരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് ഉള്ളതെങ്കിൽ തന്നാൽ തന്നെ ബസ് കുറേ വാങ്ങിക്കാം. ബസ് വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള നിലയിലാണ് KSRTC ഓഫ് റോഡ് ഏറ്റവും കുറഞ്ഞ കാലഘട്ടമാണ്. അതായത് 500-ൽ താഴേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞാണ് 500-ൽ താഴെ കൊണ്ടുവരും. അപ്പോൾ 500-ൽ താഴെ ദിവസവും വർക്ക്ഷോപ്പിലായി കിടക്കുന്ന ഓഫ് റോഡായി കിടക്കുന്ന വണ്ടികളുടെ എണ്ണം 500-ൽ താഴെ വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ 420 വരെ 420, 426 വരെ താന്നു വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ഇത്രയും വണ്ടി ഷെഡിൽ കിടക്കാത്ത കാലം ഉണ്ടായി. അത്രയും വണ്ടി പുറത്തു കൊണ്ടുവരും. അതായത് CMDയുടെ ഒരു എല്ലാ ദിവസവും ഒരു പരിശോധനയും അതിൻ്റെ പുറകെ ഒരു ഫോളോ അപ്പുമാണ് അതിനെ. KSRTC ഒരു വിജയം കൈവരിച്ചതിൽ CMDക്കും അതുപോലെ ജീവനക്കാർക്കും ഞാൻ നന്ദി പറയണം. അവർ ജീവനക്കാർ തന്നെയാണ്. ഈ പ്രൈവറ്റ് ബസ്സുമായി മത്സരിക്കുന്ന ഒരു സയൻസ് ആയിരുന്നു ആദ്യം. ഒരു ബസ് തുടങ്ങാൻ പറഞ്ഞാൽ എന്താ, ഒരു ഉള്ളാകുന്ന പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ആ സമയം എടുക്കാൻ തുടങ്ങി. അതിന് പകരം അവരോട് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരോട് തന്നെ ഫീസിബിളായിട്ടുള്ള റൂട്ട് എടുത്താൽ ഏത് വേണം അനുവദിക്കാമെന്ന് പറഞ്ഞു. അവരെടുത്തു, അതിന് ഇമ്മീഡിയറ്റ് അംഗീകാരം കൊടുത്തു. അത് വിജയിച്ചു. അവർ തന്നെയാണ് ചെയ്തത്. KSRTCയുടെ ജീവനക്കാർ, അല്ലാതെ പ്രൊഫഷണൽസ് നമ്മൾ വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഒന്നും ചെയ്തില്ല. അവർ തന്നെയാണ് ചെയ്തത്. ഈ ഒരു ബ്രേക്ക് ഈവൻ ആക്കുക എന്നുള്ളൊരു ആദ്യത്തെ ദിവസങ്ങളിൽ 41 ഡിപ്പോകൾ പുറകിലായിരുന്നു. പിന്നെ 26 ഇപ്പോൾ ഇന്നലത്തെ കണക്കനുസരിച്ച് 11-12 പുറകിലുള്ളത്. ഈ അതും ഒരു 10-15 ദിവസങ്ങളിൽ നമുക്ക് ബ്രേക്ക് ഈവനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ഒരു ചലഞ്ചായിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ആവറേജ് വരുമാനം ഒരു ദിവസം 7.5 കോടി 8 കോടി വരുന്നു. അത് 9 കോടിയിലേക്ക് എത്തിച്ചാൽ KSRTC ഒന്ന് ശ്വാസം വിടാം. 13 അത് ലാഭമുണ്ട്. ഈ പറഞ്ഞതിൽ തന്നെ പല ഡിപ്പോകളും 11% വരെ പ്രോഫിറ്റ് നേടിയ ഡിപ്പോളും 11%, 12%, 16% ചില ഡിപ്പോകൾ നേടിയിട്ടുണ്ട്. പക്ഷേ മറ്റു ഡിപ്പോകൾ നഷ്ടമില്ലാതെ കൊണ്ടുപോകും. ഇതേ സമയത്ത് നമ്മൾ ആലോചിക്കണം, കുട്ടികൾക്ക് ആവശ്യമുള്ള വണ്ടികൾ നിർത്തിയിട്ടില്ല. പിന്നെ ട്രൈബൽ മേഖലകളും മലയോര പ്രദേശങ്ങളിലും ഒരു വണ്ടിയും നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടില്ല. അത് ഓടിച്ചുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഓടുന്ന വണ്ടികൾ ഓടിച്ചുകൊണ്ട് തന്നെ. ഒരു വിവാദമില്ലല്ലോ, വണ്ടി നിർത്തിയെന്നോ ഒരു പരാതിയും പരിഭവമില്ല. അങ്ങനെ വണ്ടി നിർത്താതെ, പരമാവധി വണ്ടി നിർത്താതെ മൈലേജ്, ഡെഡ് മൈലേജ് കുറച്ചിട്ടുണ്ട്. 4 ലക്ഷം കിലോമീറ്ററാണ് ഡെഡ് മൈലേജ് കുറച്ചത്. കഴിഞ്ഞ ഓണക്കാലത്ത് ഉത്രാടത്തിൻ്റെ തലേദിവസം KSRTCയിലെ കുറഞ്ഞ കിലോമീറ്ററിൻ്റെ അളവ് 4 ലക്ഷം. യാത്രക്കാരിൽ വർദ്ധിച്ചവരുടെ എണ്ണം 4.5 ലക്ഷം. ഇനി ഇത് പൊതുവായിട്ടുള്ള അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ദിവസം ഇത് ഒരു ദിവസം റണ്ണിങ് പ്രോഫിറ്റിലേക്ക് വന്നു. ഇത് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം കോടാനുകോടി രൂപയുടെ കടമുണ്ട്. ആ കടം കവർ ചെയ്തിട്ട് ഇത് പ്രോഫിറ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാലും റണ്ണിങ് പ്രോഫിറ്റാണ്. റണ്ണിങ് പ്രോഫിറ്റ് ആക്കണമെങ്കിൽ 9 crores വരാം. 9 കോടിയിലേക്ക് വന്നാൽ റണ്ണിങ് പ്രോഫിറ്റിലേക്ക് വരും. അതിനാണ് ഇപ്പം ജീവനക്കാർക്ക് കൊടുത്ത ടാർഗറ്റ്. അവരത് അച്ചീവ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും അച്ചീവ് ചെയ്തില്ലേ, ചെറിയ കാര്യമല്ല അവർ നേടിയിരിക്കുന്നത്. വണ്ടികൾ ഇഷ്ടം പോലെയുണ്ട്. വണ്ടികൾ സ്പെയർ വണ്ടി, നമ്മൾ ഗാരേജിൽ വണ്ടിയില്ല, ഓടിക്കാതെ വണ്ടി ഇട്ടേക്കുന്ന വണ്ടികൾ ഒരുപാട് സ്പെയർ വണ്ടികൾ. അതും എപ്പോഴും ഓടാൻ റെഡിയാണ്. അത് റെഡിയാക്കിയിട്ടിരിക്കും. എവിടെ അല്ല, അത് അവിടെ ഈ ആ ഒരു ഷാജിൻ കരുൺ KSRTC ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ തിയേറ്റർ നടക്കുന്നത്. ആ തിയേറ്ററിന് ഒരു വണ്ടി ഇടാൻ സൗകര്യക്കുന്നില്ല. അവിടെ കയറി പോകുന്ന വഴിക്കെല്ലാം വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുക. പേ ആൻഡ് പാർക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ വഴിയിൽ പാർക്ക് ചെയ്താൽ പേ ചെയ്യണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ആ കയറി പോകുന്ന റാമ്പിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇറങ്ങി വരുമ്പോഴും വണ്ടി വെച്ചിരിക്കുക. ചില വണ്ടികളൊക്കെ അവിടെ ആരോ ഓട്ടിച്ചുകൊണ്ടുവന്നൊരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് മാസങ്ങളും വർഷങ്ങളുമായി. അതിൻ്റെ ടയറെല്ലാം പൊട്ടി അവിടെ കിടക്കുന്നുണ്ട്. ആർക്കും വേണ്ട. പോലീസ് അന്വേഷിക്കുമ്പോൾ ഇത് ഒറിജിനൽ നമ്പറല്ല, വ്യാജ നമ്പരും ഒക്കെയാണ്. പക്ഷെ അത് എടുത്തുകൊണ്ട് പോകാതെ അവിടെ ഇട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടൊന്ന് പരിശോധിക്കാൻ പോയതാണ്. അത് പിന്നെ അവർക്കൊരു കുറച്ച് സൗകര്യം കൂടി വേണം എന്നുള്ളതാണ്. KTDC ഇത്രയും പൊളിഞ്ഞിരിക്കുമ്പോൾ ഇവരാരും ലോട്ടറി വകുപ്പ് പോലും വാടക കൊടുക്കുന്നില്ല. 37 ലക്ഷത്തിൻ്റെ കുടിശ്ശികയുണ്ട്. KSRTCക്കുണ്ട്, ലോട്ടറി വകുപ്പിനുണ്ട്. KTDC നശിച്ചു പോയൊരു സാധനം. അത് നമ്മൾ റിവൈവ് ചെയ്ത് കൊണ്ടുവരികയാണ്. പുതിയ MD ഒക്കെ നിയമിച്ചു, വളരെ ചെറുപ്പക്കാരനാണ്. അപ്പം നമ്മൾ റിവൈവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ വാടക പലരും തരുന്നില്ല. പൈസ ഇല്ലാത്തവരല്ല തരാത്തത്. അത് വാടകയൊക്കെ പിടിക്ക് വാങ്ങിക്കും. ഇനി വാങ്ങിച്ചാലേ നിൽക്കാനോ, അതിന് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്.
KSRTC ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു, സന്തോഷമുള്ള കാര്യമാണ്. തുടർന്ന് പോകണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ സഹായം ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തുടരാനുള്ളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇച്ചിരി ഒരു താമസം വരും, അടുത്ത മാസമൊക്കെ തുടരാം. പക്ഷേ 1-ാം തീയതിക്ക് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്ന 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയ്ക്ക് മുഴുവൻ സാലറി ഒരുമിച്ച് കൊടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു. അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തുകയാണ്. അടുത്ത മാസം കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സാധനം വന്നാൽ അടുത്ത മാസം കഴിഞ്ഞ് അടുത്ത മാസത്തേക്ക് 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയ്ക്ക് സാലറി റിലീസ് ചെയ്യാൻ പറ്റും. അവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പ്രധാന ഇത് പറയുന്ന ഒരു പ്രോജക്റ്റ് ഒന്നുമില്ല. ഞങ്ങളവിടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ നന്നായി പോകുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. നാളെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പഠിച്ച കുട്ടികൾക്കുള്ള ലൈസൻസ് നാളെ രാവിലെ 11 മണിക്ക് വിതരണം ചെയ്യാൻ പോകും ഇഞ്ചക്കൽ വെച്ചിട്ട്. ചവർ തട്ടയല്ല, ഈ PWD വകുപ്പിൻ്റെ റോഡ് വർക്കുമായി ചേർന്നിട്ട് കുറച്ച് മണ്ണുണ്ടായിരുന്നു. അതവിടെ ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇടാൻ സമ്മതിച്ചാണ്. കോർപ്പറേഷൻ്റെ മാലിന്യമല്ല തട്ടുന്നത്, ഈ PWD വകുപ്പിൻ്റെ ചില റോഡുകളൊക്കെ പൊളിച്ചതിൻ്റെ PWD മിനിസ്റ്റർ ആവശ്യപ്പെട്ട പ്രകാരം അവിടെ നമ്മൾ അനുവദിച്ചതാണ്. പക്ഷെ അവിടെ കൂട്ടിയിട്ടിരിക്കുക. ഇന്നലെ മിനിസ്റ്റർ തന്നെ ഇടപെട്ട് അതിനെ ലെവൽ ചെയ്ത് നമുക്കത് അവിടെ ഈ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇഞ്ചക്കലാണ്. അവിടെ സെറ്റ് ഇടാനും സിനിമ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുക, തറ വാടകയ്ക്ക് കൊടുക്കാനുള്ള പരിപാടി. വേണ്ട, സിനിമയുടെ മന്ത്രി ഞാനല്ലല്ലോ. ഞാൻ സിനിമയെ പറ്റി ആധികാരികമായിട്ട് പറയാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള ഈ കവിഞ്ഞ് വേറെ ഒന്നും എൻ്റെ ഇല്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു, അതിനെന്തിനാണ് നമ്മൾ വെറുതെ ബുദ്ധിമുട്ട്. വേറെ TCയോട് അദ്ദേഹം ട്രാൻസ്പോർട്ട് കമ്മീഷനോട് CM നമ്പർ 2 ദിവസം വരും. അദ്ദേഹം വാട്സാപ്പ് നമ്പർ അദ്ദേഹം റിലീസ് ചെയ്യും. ആ നമ്പർ ഇപ്പോഴും നമ്പർ ഞാൻ പറഞ്ഞു, ആ നമ്പറിന് അയക്കാം. കംപ്ലൈൻറ്റ് അയക്കുന്ന നമ്പർ പ്രസൻ്റ്ലി ഉണ്ട്. പക്ഷേ ആംബുലൻസിന് വേണ്ടി മാത്രമായിട്ട് അദ്ദേഹം ഒരു നമ്പർ തരും. അതൊന്ന് പബ്ലിഷ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും വന്ന് നന്ദി. താങ്ക് യു സോ മച്ച്.